ഷഫീദ്, ഒരു കാര്യം കൂടിയുള്ളത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ ഒരുപക്ഷെ വലിയ വാദത്തിന് സാധ്യതയുണ്ട്. ഇത്രയേറെ രേഖകൾ അല്ലെങ്കിൽ അനുബന്ധമായി സീൽഡ് കവറിലൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെയായി രാഹുൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഇത്രയധികം ഒഫൻസുകൾ, പ്രത്യേകിച്ച് പീഡനം, നിരന്തര പീഡനം, അധികാരം ഉപയോഗിച്ചുള്ള പീഡനം, മാത്രവുമല്ല ക്രൂരമായ പീഡനം, ഈ ഗർഭചിത്രം, അതേപോലെ വിശ്വാസവഞ്ചന, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട വകുപ്പുകളാണ്. അതുമാത്രവുമല്ല FIR-ൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഭീഷണിപ്പെടുത്തി ഈ പ്രതിയുടെ ഫോണിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ആ കേസിന്റെ ഒരു ഗ്രാവിറ്റി, ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഗ്രാവിറ്റി അനുസരിച്ച് സെഷൻസ് കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച്, ഏറ്റവും ഒടുവിൽ വന്ന വിധി അനുസരിച്ച് നേരിട്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ചില നിയമ തടസ്സങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ അത് താഴെ കോടതിയിലേക്ക് പോയി അവിടെ നിന്ന് തള്ളി അതിനുശേഷം മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് പോകാൻ കഴിയുക. അപ്പോൾ കൃത്യമായ ചില നിയമോപദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അയാൾ കാര്യത്തിൽ നിയമോപദേശം തേടും. മാത്രമല്ല MLA ഇമ്മ്യൂണിറ്റി അടക്കമുള്ള കാര്യങ്ങൾ അത് ഏത് തരത്തിൽ അയാൾ ഉപയോഗിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ബുധനാഴ്ച കോടതി പരിഗണിക്കുമ്പോൾ ഈ കേസിന്റെ ഗ്രാവിറ്റി, അതല്ലെങ്കിൽ FIR-ന്റെ ഗ്രാവിറ്റി, ഈ തെളിവുകളുടെ ഒരു കാര്യമൊക്കെ ഉണ്ട്. അതിനെ ക്രോസ് ചെയ്യാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സീൽഡ് കവറിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് കോടതി പരിഗണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദപ്രതിവാദങ്ങൾ നടക്കും. പക്ഷെ അപ്പോഴൊക്കെ നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം, അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശബ്ദരേഖകൾ, അവരുടെ വാട്സപ്പ് ചാറ്റുകൾ, രാഹുൽ ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം, ഇവർ ഗർഭം ധരിച്ചു എന്നുള്ളതിന്റെ തെളിവ്, ഇവർ ഗർഭചിത്രം നടത്തി എന്നുള്ളതിന്റെ ആശുപത്രി രേഖകൾ, ഇതടക്കം പെൺകുട്ടിക്ക് ഫേവറബിളായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ രാഹുൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന ക്രോസ് തെളിവുകൾ അല്ലെങ്കിൽ ക്രോസ് എവിഡൻസ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന കാര്യത്തിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നുള്ള നിർണായകമാണ്. സാധാരണ, അതായത് ഈ FIR നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിയമവിദഗ്ധർ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ജില്ലാ സെഷൻസിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന ഒരു കേസായത് മാറുന്നില്ല. ഒരുപക്ഷെ രാഹുലും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാകും. സെഷൻസിൽ നിന്ന് തള്ളിയാൽ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരിക്കും രാഹുൽ ചെയ്യുക. രാഹുലിന്റെ അഭിഭാഷകരും സമാനമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതും. ഗോകുൽ, ഏതായാലും യുവതിയുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ FIR-ൽ പറയുന്ന ആരോപണങ്ങൾക്ക് മറുവാദവുമായി അതിനെ ഖണ്ഡിക്കാനുള്ള ചില രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ അഡീഷണലായി സമർപ്പിച്ചിരിക്കുന്നത്, സീൽഡ് കവറിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം അതുകൂടി പരിഗണിക്കപ്പെട്ടേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.